ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ച് ടവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഞാൻ ഷോർട്സൊക്കെ ആയിട്ടൊരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ലോങ് വീഡിയോ. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് ബ്രെഡ്, പിന്നെ മുട്ട, തക്കാളി, സവോള, കുറച്ച് വെളിച്ചെണ്ണ, എത്രയേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത പീസുകളോ, ബീഫിൻ്റെ പീസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ്, പിന്നെ നമ്മുടെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മയനൈസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം, കയ്യിലുള്ള സാധനങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടായാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം സിമ്പിളായിട്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറാണെങ്കിൽ 2 ദിവസം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രെഡാണെങ്കിൽ ബാക്കിയുണ്ട്, ആർക്കും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതാകുമ്പോൾ സംഭവം വേഗം തീരുകയും ചെയ്യും. എന്നാൽ പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഇട്ടാ. അപ്പോൾ സാൻഡ്വിച്ച് എന്നൊക്കെ പേരൊക്കെ പറയുമ്പോൾ തന്നെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ട് കുട്ടികളങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ അന്ന് ഇത് ചെയ്യണ ദിവസം നമുക്ക് മഴ കാരണം മുടക്കുള്ള ദിവസമായിരുന്നു, സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്തായി, തികയാത്ത പോലെ, ബ്രെഡ് എണ്ണം കുറഞ്ഞ പോലെ. എന്നാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി കഴിച്ചു കൂട്ടാം. അപ്പോൾ നമ്മളിത് തക്കാളി, സവാള എരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഇനി കാണാം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ, സുഖമായിട്ടിരിക്കണം വിചാരിക്കണം. മഴയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ സ്കൂളിന് മുടക്ക് നമുക്ക് കളക്ടർ പ്രഖ്യാപിക്കുന്നത് കളിച്ച് നടക്കാനല്ല, പഠിക്കാനാണ്. കളിക്കുകയും ചെയ്യാം, കളിക്കാണ്ടിരിക്കണ്ട. പക്ഷേ മഴയത്ത് ഇറങ്ങിയിട്ടുള്ള കളികൾ, അതുപോലെ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള കളികൾ, വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ടുള്ള കളികളൊക്കെ ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കാനല്ല, ഒഴിവാക്കിയിരിക്കണം. അപകടങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ പുഴ, കടൽ, തോടുകൾ, കുളം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ വീട്ടുകാർ നന്നായി ശ്രദ്ധിക്കുക. മുടക്കല്ലേ വിചാരിച്ചിട്ട് ഇതാക്കരുത്. കുട്ടികളാണ്, എന്തായാലും അവർ കുട്ടികളാണ്. അപ്പോൾ നമ്മളാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപകടങ്ങൾ വരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അതില്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവരെ വിടാതിരിക്കുക. അവർ പോകുന്നുണ്ടെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി നമ്മൾ ന്യൂസിൽ കാണുന്നു, പേപ്പറിൽ വായിക്കണു, കടലിൽ കുളിക്കാൻ പോയിട്ട് മരിച്ചത്, കുളത്തിൽ കുളിക്കാൻ പോയി മരിച്ചത്. നമുക്ക് കുളിക്കാൻ എല്ലാവർക്കും വീടുകളിൽ സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും മഴ മുന്നറിയിപ്പും കാറ്റും പ്രശ്നങ്ങളുള്ള സമയത്ത് അങ്ങനെ പോകേണ്ട ഒരാവശ്യം ആർക്കുമില്ല. അപ്പോൾ നമ്മൾ ചെന്ന് അപകടം മേടിക്കുന്ന പോലെയാണ് പല കാര്യങ്ങളും. അപ്പോൾ മാക്സിമം ഒഴിവാക്കുക. വേനൽക്കാല സമയം ഇനിയും വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിലേക്ക് വരും. ആ സമയത്തൊക്കെ നമുക്ക് കടലിൽ പോകാമെന്നേ. കടലിൻ്റെ അവിടെ പോകണമെന്നും കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴാണ് ഇതിൻ്റെ കടലിന് ആ ഒരു രൗദ്രഭാവം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഈ ഏരിയകളിൽ അങ്ങനെ വരില്ല. നമ്മൾ തീരദേശ മേഖല ആയതുകൊണ്ട് കടലാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇത്. പക്ഷേ പിന്നെയുള്ള സ്ഥലത്ത് മലയോര മേഖലകളിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മലവെള്ളപ്പാച്ചിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ആരും അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. കുട്ടികളോട് കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾക്ക് അവധി തരുന്നത് പഠിക്കാനും കുറച്ച് കളിക്കാനും വേണ്ടിയിട്ടാണ്. കളിക്കുന്നത് വീട്ടിൽ നമ്മുടെ മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കുക. വീടിൻ്റെ മുറ്റത്തിറങ്ങി കളിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് തെരുവ് നായ്ക്കളുടെ ശല്യം നന്നായിട്ടുണ്ട്. അതുപോലെ എവിടെയാണ് അപകടങ്ങൾ ഇരിക്കണതെന്ന് നമുക്കറിയണില്ല. നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കായിരുന്നില്ലേ എന്ന് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത്രയും അപകടങ്ങൾ കൺമുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും സ്വത്തൊക്കെ നമ്മൾ സ്വയം സംരക്ഷിക്കുക. കുട്ടികൾക്ക് അതിന് ഉള്ള പ്രാപ്തിയാവാത്തതുകൊണ്ട് നമ്മൾ വീട്ടുകാർ വേണം അവരെയും കൂടി ടേക്ക് കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയുള്ള ഒരു ജനറലായിട്ടുള്ള ഇൻഫർമേഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് പരിപാടിയിലേക്ക് പോവാം. സാൻഡ്വിച്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് അങ്ങോട്ട് തിരിച്ച് മറിച്ചെടുക്കണല്ലോ, അതന്നെ ടോസ്റ്റിങ്. പിന്നെ ഓരോരുത്തർക്കായിട്ട് മുട്ട സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ആദ്യം മൊത്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പീസാക്കിയാലും വിചാരിച്ചു, അപ്പോൾ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു 7 ആൾക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മുട്ട ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് 2 കയ്യിലൊഴിച്ച് മുട്ട ഉണ്ടാക്കി കൊടുത്തു. ആ മുട്ട വേവുന്നു.
ബ്രെഡ് വയ്ക്കുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് നമ്മുടെ ടവർ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ നമുക്കിതിങ്ങനെ ചെയ്യണേക്കാളും മുന്നേ വേണമെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ മയനൈസ് വയ്ക്കാം, ചീസ് ഉണ്ടെങ്കിൽ ചീസ് വയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ ഈ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ കഴിക്കണ സമയത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തു, കുറച്ച് മാത്രം, അത്ര നല്ല സാധനം നല്ലതുകൊണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സോൾഡ് ഔട്ടായി എന്നൊക്കെ, അതുപോലെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബ്രെഡ് വാനിഷായി പോയി. എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ കുട്ടികളാണ്, അവർക്കത് ഒരു പേരിലും ആ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സംഭവം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഭയങ്കരമായ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയാണ്, ഹെൽത്തിയാണ്. ബ്രെഡ് അത്ര ഹെൽത്തി എന്നൊന്നും പറയാനില്ല, കാരണം അത് നമ്മുടെ സാധാ മിൽക്ക് ബ്രെഡാണ്. പക്ഷെ ഇപ്പോൾ ഒരെണ്ണം കഴിച്ചുകൊണ്ടൊന്നും സംഭവിക്കാൻ പാടില്ല. ഇത്രയും ബ്രെഡ് ഒരാൾ തന്നെ കഴിക്കാനുള്ളതല്ല, 6-7 പേര് കഴിച്ചതാണ്. അതുകൊണ്ട് അത്രയും പ്രശ്നം പറയാനായിട്ടില്ല. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ ചിന്നൂസ് ഡയറീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേര് സിനി സ്റ്റാനി വ്ളോഗ്സ് എന്നായിരുന്നു കേട്ടോ. പിന്നീട് ഞാനത് മാറ്റി ചിന്നൂസ് ഡയറീസ് എന്നാക്കി. ചാനലൊന്നും തന്നെയുള്ളൂ, പേര് മാറിയെന്നുള്ളൂ. അപ്പോൾ അതിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3000 വീഡിയോസ് ഇപ്പോൾ ടോട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3000, അതായത് നമുക്കതിൽ യൂട്യൂബിൻ്റെ ഇതിൽ കാണാൻ പറ്റും എത്ര വീഡിയോസായിരുന്നു. അപ്പോൾ 3K വീഡിയോസായി. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും 3K ആയിട്ടില്ല, അതായത് 3000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. പക്ഷേ വീഡിയോസ് അത്രയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കൂടുതലായിട്ട് വരുന്നത് ഹെൽത്ത് ടിപ്സ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ വിചാരിച്ചാലും ഈ ചാനൽ കാണരുത്. അതിലങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് സമയത്തേക്ക് ഒരു രസത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതൊരു ബ്യൂട്ടി വ്ളോഗ്സോ ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളൊന്നും ഇതിലില്ല. മാക്സിമം പോയ ഒരു ഹെൽത്ത് ടിപ്സും കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്സ് അല്ല, ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും.